Welcome back you all. Today we are discussing about the HTML forms. What are the use of the forms? The form is used to collect the information from the user, or it is used to collect user inputs. ഒരു യൂസറിൽ നിന്ന് ഡാറ്റാസിനെ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ യൂസറെ ഇൻപുട്ടിന് ഇങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML ഫോംസ് യൂസ് ചെയ്യുന്നത്. യു ക്യാൻ സീ ദി എക്സാമ്പിൾ ഇൻ ദി സ്ക്രീനിൽ നിങ്ങൾ എക്സാമ്പിൾ കാണാം. ഇവിടെ HTML ഫോം എന്ന രൂപത്തിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, അതുപോലെ മെയിൽ, ഫീമെയിൽ ആൻഡ് സബ്മിറ്റ്, റീസെറ്റ് ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ മെയിൽ, ഫീമെയിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി റേഡിയോ ബട്ടൺസ് ഉണ്ട്. അതുപോലെ 2 ബട്ടൺസ് ഉണ്ട്, സബ്മിറ്റ്, റീസെറ്റ്. ഇതുപോലെ ഒരു ഫോം നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം HTML ഫോം എന്ന പാർട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ഫോം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കമൻറ്റാണ് ഈ ഫോം ടാഗ്. അതുപോലെ ക്ലോസ് ചെയ്യാനുള്ളതാണ് ഈ ഫോം ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് ഫോം ഒരു ടാഗിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് അത് ക്ലോസ് ചെയ്യാനുള്ളത്. അപ്പോൾ HTML ഫോംസ് ഇതുപോലുള്ള ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML ഫോം ഉപയോഗിക്കുന്നത്. ആ ഫോം എന്തിനാണെന്ന് വെച്ചാൽ യൂസറുടെ നിന്ന് ഡാറ്റാസ്, യൂസറിൻ്റെ ഇൻപുട്ട് മീൻസ് യൂസർ കൊടുക്കുന്ന ഡാറ്റനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML ഫോംസ് യൂസ് ചെയ്യുന്നത്. HTML ഫോംസിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോം ആട്രിബ്യൂട്ട്സ് എന്നത് ഒന്ന് ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റ് ആൻഡ് എൻഡ് ടൈപ്പ്. These are the attributes of the form elements. First one, action. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഫോം സ്പേസ് ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. എന്ത് ആക്ഷനാണ് ഒരു ഫോമിൻ്റെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ആക്ഷനാണ് അവിടെ നടക്കേണ്ടത് എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ എന്നുള്ളത്. എക്സാമ്പിൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജിലേക്കാണ് കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ദെൻ ആക്ഷൻ ഈക്വൽ ടു 123.html എന്ന പേജിലേക്കാണ് നമുക്ക് ഡാറ്റ പാസ് ചെയ്യേണ്ടതെങ്കിൽ ആക്ഷൻ ഈക്വൽ ടു 123.html എന്ന് കൊടുക്കുക. അല്ല, ഡാറ്റ പോകേണ്ടത് ഒരു സെർവറിലേക്ക് അല്ലെങ്കിൽ വേറൊരു സെർവറിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു കോഡ്, എന്ത് കോഡാണോ നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് ആ കോഡ് കൊടുക്കുക. അതായത് ഫോം ആക്ഷൻ ഈക്വൽ ടു എക്സാമ്പിൾ 123.php. ഒരു PHP ഫയലാണ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ PHP ഫയൽ കൊടുക്കുക. അപ്പോൾ എന്ത് ആക്ഷനാണോ കൊടുക്കേണ്ടത് അതാണ് ആക്ഷൻ ആട്രിബ്യൂട്ട്സ്. അതായത് നെക്സ്റ്റ് മെത്തേഡാണ്. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു അപ്ലോഡ് ദി ഡാറ്റ. ഏത് ടൈപ്പ് മെത്തേഡാണ് നമ്മൾ ഒരു ഡാറ്റ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദർ ആർ 2 types ഓഫ് മെത്തേഡ്സ്, ദാറ്റ് ഈസ് ഗെറ്റ് ആൻഡ് പോസ്റ്റ്. 2 ടൈപ്പ് മെത്തേഡാണുള്ളത്, ഗെറ്റ് അഥവാ അല്ലെങ്കിൽ ഓർ പോസ്റ്റ്. അപ്പോൾ ഫോമിൻ്റെ ആട്രിബ്യൂട്ട്സിൽ മെത്തേഡ് ഈക്വൽ ടു ഒന്നുകിൽ നമുക്ക് ഗെറ്റ് കൊടുക്കാം അല്ലെങ്കിൽ പോസ്റ്റ് കൊടുക്കാം. അതിന് ഓരോന്നിനും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് ടാർഗറ്റ്. ദാറ്റ് മീൻസ് സ്പെസിഫൈ ദി ടാർഗറ്റ് വിൻഡോ ഓർ ദി ഫ്രെയിം. നമ്മൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഏത് ടാർഗറ്റ് എവിടെയാണോ ഒരു ടാർഗറ്റ് ചെയ്യണം, നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണോ അത് വരേണ്ടത്, അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ റിസൾട്ട് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. എക്സാമ്പിൾ ചിലപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ ചില സമയത്ത് ആ ലിങ്ക് സെയിം വിൻഡോയിൽ തന്നെ അല്ലെങ്കിൽ സെയിം ടാബിൽ തന്നെ തുറന്നു വരാറുണ്ട്. ചിലപ്പോൾ അത് വേറെ എക്സ്ട്രാ ഒരു ടാബിലായിരിക്കും തുറന്നു വരുന്നത്, അതർ ടാബിലായിരിക്കും തുറന്നു വരുന്നത്. ചിലപ്പോൾ അത് അതർ വിൻഡോയിലായിരിക്കും തുറന്നു വരുന്നത്, അല്ലെങ്കിൽ അത് അതർ ഫ്രെയിമിലായിരിക്കും തുറന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് എവിടെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു വിൻഡോയിലാണോ ഒരു ഫ്രെയിമിലാണോ എവിടെയാണ് ആ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടാർഗറ്റ് കൊടുക്കുന്നത്. മറ്റൊന്ന് എൻഡ് ടൈപ്പാണ്. ദാറ്റ് ഈസ് യൂസ് ടു സ്പെസിഫൈ ഹൗ ദ ബ്രൗസർ എൻകോഡ്സ് ദി ഡാറ്റ. നമ്മൾ ഒരു ഡാറ്റനെ സെൻഡ് ചെയ്യുമ്പോൾ ആ ഡാറ്റ സെർവറിലേക്ക് നമ്മൾ ഡാറ്റനെ സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഡാറ്റനെ ബ്രൗസർ എൻകോഡ് ചെയ്യേണ്ടത്, ഏത് എൻഡ് ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോം ആട്രിബ്യൂട്ട്സ് 4 types ആണ്: ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റ് ആൻഡ് എൻഡ് ടൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇൻപുട്ട് എലമെൻറ്റ്സ് ആണ്. ഒരുപാട് എലമെൻറ്റ്സ് ഫോം അല്ലെങ്കിൽ ഫോം കൺട്രോൾസ് അവൈലബിൾ ആണ് ഫോമിൽ. ഫോം കൺട്രോൾസിൽ ഒന്ന് പറഞ്ഞാണ് ഇൻപുട്ട് എലമെൻറ്റ്, മറ്റൊന്ന് ബട്ടൺ എലമെൻറ്റ്, മറ്റൊന്ന് മൾട്ടിപ്പിൾ ചോയ്സ് എലമെൻറ്റ്സ്, ടെക്സ്റ്റ് ഏരിയ ആൻഡ് ലാബൽ എലമെൻറ്റ്,
ഫീൽഡ് സെറ്റ് ആൻഡ് ലെജൻഡ് എലമെന്റ് ആയിട്ട് ഒരുപാട് എലമെന്റ്സ് അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻപുട്ട് എലമെന്റ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് എൻ എലമെന്റ്. എലമെന്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോമാണ്. That means it used to specify various types of users input field. പലതരത്തിലുള്ള ഇൻപുട്ട് ഫീൽഡുകളെ അലോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് എലമെന്റ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നേരത്തെ നമ്മളൊരു ഫോമിൻ്റെ എക്സാമ്പിൾ നമ്മൾ കാണിച്ചു, ഡിസ്പ്ലേ കാണിച്ചു. അതിൽ നമുക്ക് ഫസ്റ്റ് നെയിം എഴുതാൻ വേണ്ടിയിട്ടൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി അടിക്കാണ്ട് വേറെ തരത്തിലുള്ള ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. നമ്മുടെ റേഡിയോ ബട്ടൺ, നമ്മളെ ജെൻഡർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോ ബട്ടൺസ് കണ്ട്, ബട്ടണുകൾ കണ്ട്, ഈ സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ കണ്ട്. അതുപോലെ ചില ഫോമുകൾ നോക്കുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ കാണാം, അതുപോലെ സെലക്ട് ബോക്സുകൾ കാണാം, ചെക്ക് ബോക്സുകൾ കാണാം, ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ഇൻപുട്ട് എലമെന്റ്സിൽ ഏതൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇൻപുട്ട് ടൈപ്സ് ആണ് വരുന്നത്. ഇൻപുട്ട് ടൈപ്സ് വരുമ്പോൾ നമുക്ക് നേരത്തെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഇൻപുട്ടിനെ സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ആണ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇൻപുട്ട് സ്പേസ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് കൊടുക്കാം. പകരം ഇൻപുട്ട് സ്പേസ് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ ബട്ടൺ ആഡ് ചെയ്യാം. ഇൻപുട്ട് സ്പേസ് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാസ്വേഡിൻ്റെ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് കാണാം. പാസ്വേഡിൻ്റെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ എന്ത് ടൈപ്പ് ചെയ്താലും ആ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കില്ല. ജസ്റ്റ് ഡോട്ട് അല്ലെങ്കിൽ സ്റ്റാർ ആണ് ഡിസ്പ്ലേ ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്യണത് എന്ത് ചെയ്യില്ല, ഡിസ്പ്ലേ ചെയ്യില്ല. അപ്പോൾ ഇത്തരത്തിൽ ഏത് ടൈപ്പ് ടെക്സ്റ്റ് ഫീൽഡ്സിനാണോ, ഏത് ടൈപ്പ് ഇൻപുട്ട് ഫീൽഡ്സിനാണോ നമുക്ക് കൊടുക്കേണ്ടതെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് എലമെന്റ് യൂസ് ചെയ്യുന്നത്. ആ ഇൻപുട്ട് എലമെന്റിലേക്ക് വരുമ്പോൾ ഇൻപുട്ടിൻ്റെ ടൈപ്സ് ഒരുപാടുണ്ട്. ടൈപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. ഇൻപുട്ട് സ്പേസ് ടൈപ്പ്. നേരത്തെ നമ്മൾ ഫോമിൻ്റെ ആട്രിബ്യൂട്ട്സ് പറഞ്ഞാണ് മെത്തേഡ്, ആക്ഷനൊക്കെ. അതുപോലെ ഇൻപുട്ടിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ്. ആ ഏതൊക്കെ ടൈപ്പ് ഇൻപുട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ബട്ടൺ ആഡ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ബോക്സിൽ നമ്മൾ ഡിസ്പ്ലേ കാണിച്ച ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു, ബട്ടൺ എന്നുള്ളത്. ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റും. ചെക്ക് ബോക്സുകൾ ആഡ് ചെയ്യാം, കളർ ആഡ് ചെയ്യാം, ഡേറ്റ് കൊടുക്കാം, ഇമെയിൽ, ഹിഡൻ, പാസ്വേഡ്, നമ്പർ, റേഡിയോ, സബ്മിറ്റ് ആൻഡ് ടെക്സ്റ്റ്. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ടൈപ്പായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഓരോന്നും ഡിഫറൻസ് ആണ്, അല്ല ഡിഫറെൻ്റ് ആണ്. ഇൻപുട്ട് ടൈപ്പുകൾ ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും കാണിക്കുക. അവിടെ നമുക്ക് എന്തും ടൈപ്പ് ചെയ്യാം. നമ്മുടെ പേര് ടൈപ്പ് ചെയ്യാം, നമ്പറുകൾ ടൈപ്പ് ചെയ്യാം, എന്തും ടൈപ്പ് ചെയ്യാം. പകരം ഇൻപുട്ട് ടൈപ്പുകൾ നമ്പർ എന്നാണ് കൊടുത്തതെങ്കിൽ അവിടെ നെയിം ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, അവിടെ നമ്പേഴ്സ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇൻപുട്ട് ടൈപ്പുകൾ പാസ്വേഡ് എന്നാണെങ്കിൽ പാസ്വേഡ് ടൈപ്പായിരിക്കും കൊടുക്കുക. ദാറ്റ് മീൻസ് അവിടെ എന്ത് ചെയ്യില്ല, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യില്ല, ജസ്റ്റ് സ്റ്റാർന്നോ ഡോട്ട്ന്നായിരിക്കും കാണിക്കുക. ഇമെയിലാണ് കൊടുത്തതെങ്കിൽ അവിടെ ഇമെയിൽ മാത്രമേ കാണിക്കുക, ഇമെയിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യണം. മീൻസ് ഓൾറെഡി വാലിഡേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. @ എന്ന് കൊടുത്താൽ മാത്രമേ എളുപ്പം വർക്ക് ചെയ്യുള്ളൂ. These are the input types. നെക്സ്റ്റ് വരുന്നത് ബട്ടൺ എലമെന്റ്. അപ്പോൾ ഇൻപുട്ട് എലമെന്റ് ഫോം കൺട്രോൾസിൽ വരുന്ന ഒന്ന് ഇൻപുട്ട് എലമെന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ബട്ടൺ എലമെന്റ്. ബട്ടൺസിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഇറ്റ് ഇസ് യൂസ്ഡ് ടു ആഡ് ബട്ടൺ കൺട്രോൾ ഓൺ ദി ഫോം. ബട്ടൺ കൺട്രോൾസ് കൊടുക്കാൻ വേണ്ടി എക്സാമ്പിൾ ഒരു സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ നമുക്ക് കൊടുക്കണമെങ്കിൽ ബട്ടൺ കൺട്രോൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതിൻ്റെ സിൻടാക്സ് ആണ് കൊടുത്തിട്ടുള്ളത് ബട്ടൺ ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബട്ടൺ ക്ലോസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, അതിലെ ഫസ്റ്റ് ബട്ടൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം ബട്ടൺ ക്ലോസിങ് എലമെന്റ് ടാഗും ഉണ്ട്. ആ ബട്ടൺ സ്റ്റാർട്ട് ചെയ്ത് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്നാണ് കൊടുത്തതെങ്കിൽ ഒരു സബ്മിറ്റ് ബട്ടൺ നമ്മുടെ ഫോമിൽ കാണാൻ സാധിക്കും. അതല്ല റീസെറ്റ് ആണ് കൊടുത്തതെങ്കിൽ ഒരു റീസെറ്റ് ബട്ടൺ ആയിരിക്കും കാണാൻ സാധിക്കുക. ദാറ്റ് ഇസ് ബട്ടൺ എലമെന്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ ചോയ്സ് എലമെന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ ചോയ്സ് എലമെന്റ്സ് എന്നുള്ളത് കൊടുക്കുന്നത്. നമുക്കറിയാം, താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്കറിയാം വെബ് ഡിസൈൻ എന്ന് കൊടുത്തിട്ട് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഫയർവർക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. വെബ് ഡെവലപ്മെന്റ് എന്ന് കൊടുത്തിട്ട് HTML, CSS എന്ന് പറഞ്ഞിട്ട് വേറെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ട് എന്ന പാർട്ട് കൊടുത്തിട്ടുള്ളത്. അത് വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്, ഓപ്ഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. ഈ ഓപ്ഷൻ ടാഗ് യൂസ് ചെയ്യുന്നത്, സെലക്ട് സ്റ്റാർട്ട് ചെയ്ത് ഓപ്ഷൻ ടാഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
എക്സാമ്പിൾ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഫയർവർക്സ്, HTML, CSS എന്ന് പറഞ്ഞ ഓപ്ഷൻസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ടാഗ് യൂസ് ചെയ്യുന്നത്. മറ്റൊന്ന് ഒപ്റ്റ് ഗ്രൂപ്പാണ്. ഒപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻസിനെ ഗ്രൂപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കറിയാം. നമ്മൾ എക്സാമ്പിളിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് വെബ് ഡിസൈൻ എന്നൊരു ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ വെബ് ഡെവലപ്മെൻറ്റ് എന്ന ഗ്രൂപ്പുണ്ട്. ഓപ്ഷൻസിൻ്റെ ഗ്രൂപ്പുകളാണ്. കാരണം വെബ് ഡിസൈൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെ നമ്മൾ അതിൻ്റെ അണ്ടറിലാക്കിയിട്ട് ആ ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. വെബ് ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അണ്ടറിലും ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒപ്റ്റ് ഗ്രൂപ്പുകളാക്കി ഓപ്ഷൻസിനെ ഗ്രൂപ്പാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഒപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടെക്സ്റ്റ് ഏരിയ ആൻഡ് ലേബൽ എലമെൻ്റ് ആണ്. ടെക്സ്റ്റ് ഏരിയ മീൻസ് ഇറ്റ് ഈസ് ഡിഫൈൻ എ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾ വിത്തിൻ എ ഫോം. ഒരു ഫോമിൻ്റെ ഉള്ളിൽ ഒരു മൾട്ടി ലൈൻ ടെക്സ്റ്റിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോളാണ് ടെക്സ്റ്റ് ഏരിയ. അത് ഒരു ടെക്സ്റ്റ് മാത്രം ഇൻപുട്ട് ടൈപ്പിക്കൽ ടെക്സ്റ്റ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു സിംഗിൾ ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. പകരം ഒരു ടെക്സ്റ്റ് ഏരിയ കിട്ടണം നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാൻ. എക്സാമ്പിൾ ഒരു ഫീഡ്ബാക്ക് ഫോമാണെന്ന് വിചാരിക്കാം. നമുക്കൊരു ഫീഡ്ബാക്ക് നമുക്കൊരു വെബ്സൈറ്റിനോട് അറിയിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് ബോക്സ് മതിയാവില്ല നമുക്ക് എന്ത് ചെയ്യാൻ, ടൈപ്പ് ചെയ്യാൻ. ഒരു ടെക്സ്റ്റ് ഏരിയ തന്നെ വേണ്ടി വരും. വലിയൊരു ലെറ്റർ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ വേണ്ടി വരും. ആ ഏരിയയാണ് ടെക്സ്റ്റ് ഏരിയ. ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് സെറ്റ് ചെയ്യാം എത്ര നമ്പർ ഓഫ് റോസ് എത്ര വേണം, അല്ലെങ്കിൽ കോളംസ് എത്ര വേണം എന്നും ടൈപ്പ് ചെയ്യാം. അതിന് എക്സാമ്പിളിലേക്ക് നോക്കുക. ടെക്സ്റ്റ് ഏരിയ എന്നുള്ളതാണ് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടാഗ്, ക്ലോസ് ചെയ്യാനുള്ള ടാഗ് താഴത്തെ കണ്ടന്റിന് ശേഷം ക്ലോസ് ചെയ്തിട്ടുണ്ട്. // വെച്ച് ക്ലോസ് ചെയ്ത് അതിനുശേഷം കൊടുത്തിട്ടുണ്ട് കോൾസ്. ടെക്സ്റ്റ് ഏരിയക്ക് എത്ര കോളം വേണം. കോൾസ് ഈക്വൽ ടു 50 എന്ന് കൊടുത്താൽ 50 കോളംസ് ഉണ്ടാവും ടെക്സ്റ്റ് ഏരിയയിലേക്ക്. റോസ് ഈക്വൽ ടു 30 എന്ന് കൊടുത്താൽ 30 റോസ് ഉണ്ടാവും. അത് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്യാം ടെക്സ്റ്റ് ഏരിയ എത്ര വേണം എന്നുള്ളത്. നമ്പർ ഓഫ് റോസിൻ്റെ നമ്പർ ഓഫ് കോളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് ശേഷം ആണ് ലേബൽ ടാഗ് വരുന്നത്. ലേബൽ ടാഗ് യൂസ് ചെയ്യുന്നത് ലേബൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ ബട്ടൺ, ഇൻപുട്ട്, സെലക്ട്, ടെക്സ്റ്റ് ഏരിയ എന്നൊക്കെ ഉള്ള കൺട്രോൾസിന് ലേബൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലേബൽ ബട്ടൺ യൂസ് ചെയ്യുന്നത്. കാരണം ഇൻപുട്ട് എന്ന് കൊടുത്തിട്ട് എക്സാമ്പിൾ നമ്മളൊരു റേഡിയോ ബട്ടൺ കൊടുക്കുകയാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 റേഡിയോ ബട്ടൺ ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ലേബൽ കൊടുക്കണം. ഒന്ന് മെയിലാണ്, മറ്റൊന്ന് ഫീമെയിലാണ് എന്നുള്ള ലേബൽസ് കൊടുക്കണം. കാരണം ഇത് ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ എന്ന് മനസ്സിലാവണം. അപ്പോൾ അതിന് ഓരോ റേഡിയോ ബട്ടണോ അല്ലെങ്കിൽ ഇൻപുട്ട് കൺട്രോളുകൾക്കോ സെലക്റ്റിനോ ടെക്സ്റ്റ് ഏരിയക്കോ ബട്ടണോ ലേബൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലേബൽ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എലമെൻറ്റ്സ് ആണ് പറഞ്ഞത് ഫീൽഡ് സെറ്റ് ആൻഡ് ലെജൻഡ് എലമെൻറ്റ്സ്. വി ഓൾറെഡി ഡിസ്കസ് ഇൻ ദി ലാസ്റ്റ് സെക്ഷൻസ്. ഫീൽഡ് സെറ്റ് ആൻഡ് ലെജൻഡ്സ് നമ്മൾ ലാസ്റ്റ് സെക്ഷൻസിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ മുൻപത്തെ വീഡിയോയിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഫീൽഡ് സെറ്റ് എന്താണ്, ലെജൻഡ്സ് എന്താണുള്ളത്. ഓക്കെ, ദീസ് ആർ ദി ഫോം കൺട്രോൾസ്. ഫസ്റ്റ് വന്നത് ഇൻപുട്ട് കൺട്രോളാണ്, ദെൻ ബട്ടൺ എലമെൻറ്റ്സ്, ദെൻ contents, multiple choice elements, then text area and label elements, and field set and legend elements. These are the form control. അതാണ് HTML ഫോമിൻ്റെ ഒരു ബേസിക്സ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓരോ കൺട്രോൾസും എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഡിസ്പ്ലേ കിട്ടുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.